ഞാൻ പി കെ വേണുഗോപാലൻ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് വേറെ ഒരർത്ഥത്തിൽ രണ്ടുപേരുടെ പകരക്കാരനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. മുരളി ഇങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രകാരം ആദ്യം അദ്ദേഹം സമ്പർക്കത്തിൽ ബന്ധപ്പെട്ടത് സഖാവ് MS ജയകുമാറിനെയാണ്, പിന്നീട് PC ഉണ്ണിച്ചക്കനെയാണ്. ഈ രണ്ടു പേർക്കും വന്ന ചില അസൗകര്യങ്ങളുടെ പേരിലാണ് അവരുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അവസാനം സംസാരിച്ചപ്പോൾ മുരളി തന്നെ സൂചിപ്പിച്ചതുപോലെ തീവാറുന്ന എന്തെങ്കിലും ഒരു സംഗതി നടന്നു കിട്ടണമെന്ന് മുരളിക്ക് ആഗ്രഹമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നമുക്ക് സലിംകുമാറിലേക്ക് വരാം. സലിംകുമാറിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ദളിത് രാഷ്ട്രീയത്തെ, വിപ്ലവ രാഷ്ട്രീയത്തെ, ജനാധിപത്യത്തെ അദ്ദേഹം എങ്ങനെ കണ്ടു എന്നതിനെ സംബന്ധിച്ച് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായ ഡോക്ടർ KS മാധവൻ ഏറെക്കുറെ വളരെ ശരിയായി സംസാരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അക്കാര്യങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാൽ പോലും ചില കാര്യങ്ങൾ പറയുകയും ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് ഞാൻ വിചാരിക്കുന്നു. സലിംകുമാറിനെ 1978 അവസാനം മുതൽ എനിക്കറിയാം. അന്ന് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം സലിംകുമാർ രക്തപതാക എന്ന മാസിക പ്രസിദ്ധീകരിക്കുന്ന സമയമാണ്. ഞാൻ അടിയന്തരാവസ്ഥയുടെ അവസാന കാലത്ത് ML പ്രസ്ഥാനവുമായി ചില ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും പോലീസിൻ്റെ ഒന്നും പിടിയിൽ പെടാത്ത വിധത്തിൽ, മാത്രവുമല്ല അങ്ങനെ പെടാൻ മാത്രമുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുകയും ചെയ്യുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു ആ കാലത്ത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഒട്ടേറെ സഖാക്കൾ പുറത്തു വരികയും പിന്നെയും പല സഖാക്കളും ജയിലിൽ തുടരുകയും ചെയ്യുന്ന ആ സന്ദർഭത്തിലാണ് സിവിക് ചന്ദ്രൻ്റെ ഒരു കുറിപ്പുമായി ഞാൻ സലിംകുമാറിനെ കാണാനായിട്ട് തേവരയിലെത്തുന്നത്. രക്തപതാകയുടെ ഓഫീസ് അഡ്രസ്സ് അന്ന് തേവരയാണ്. ആകെ വീട്ടു നമ്പർ കൊടുക്കുന്ന കോർപ്പറേഷൻ്റെ നമ്പർ മാത്രമാണ് മേൽവിലാസമായിട്ടുള്ളത്. ഏറെ ശ്രമകരമായി അന്വേഷണമൊക്കെ നടത്തിയത് കണ്ടുപിടിച്ചെങ്കിലും സലിംകുമാറിനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതൊരു വീടായിരുന്നു, അവർ ബോർഡൊന്നുമുള്ള ഒരു സംഗതിയല്ല. അതിൻ്റെ അഡ്രസ്സ് വീട്ടു നമ്പറൊക്കെ മാത്രമുള്ള ഒരു വീട്. അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അവരോട് അന്വേഷിച്ചപ്പോൾ മിക്കവാറും അദ്ദേഹം വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ കാത്തു നിൽക്കൂ. ഞാനവിടെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയും അവസാനം കൊടുത്തേൽപ്പിക്കാനുള്ള കുറിപ്പ് ആ അയൽപ്പക്കത്തുള്ള സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത് ഞാൻ തിരിച്ചു പോകും. സലിംകുമാറിനെ ഞാൻ അവിടെ വെച്ച് കാണുന്നില്ല. പക്ഷേ എനിക്കറിയാം, എൻ്റെ ഓർമ്മ ഗീതാനന്ദൻ 8 ലക്കമാണ് രക്തപതാക ഇറങ്ങിയത് എന്ന് പറയുന്നു. ഒരുപക്ഷെ ശരിയായിരിക്കാം. എൻ്റെ ഓർമ്മ 4 ലക്കങ്ങളാണ്. ഈ 4 ലക്കങ്ങളും എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ നിരവധി സംഗതികൾ നശിച്ചു പോയ കൂട്ടത്തിൽ അത് നശിച്ചു പോയി. അപ്പോൾ ഈ രക്തപതാകയിലാണ് അന്ന് കുമ്പളം കേസിൽ പ്രതിയായിരുന്ന സഖാവ് കുട്ടിക്കൃഷ്ണൻ കോടതിയിൽ അദ്ദേഹം നൽകിയ സ്റ്റേറ്റ്മെൻറ്റ് പ്രസിദ്ധീകരിച്ചത് രക്തപതാകയിലാണ്. കായണ്ണ കേസിലെ പ്രതിയായിരുന്ന സോമശേഖരൻ കോടതിയിൽ നൽകിയ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ കായണ്ണ കേസിൻ്റെ രാഷ്ട്രീയം വിശദീകരിച്ചുകൊണ്ട് എഴുതിയതും രക്തപതാകയിലാണ്. ഈ രക്തപതാക ഇറങ്ങുന്ന സമയത്ത് KN രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അവർ പുറത്തു വന്നതിന് ശേഷം കോമ്രേഡിൻ്റെ പ്രസിദ്ധീകരണം പുനരാരംഭിക്കുമ്പോൾ രക്തപതാകയുടെ പ്രസിദ്ധീകരണം നിർത്തുകയാണ്. ഗീതാനന്ദൻ സൂചിപ്പിച്ചതുപോലെ ആരുടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ളൊരു ബലപ്രയോഗം അതിൻ്റെ പുറകിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ആരും ഇതിനു മുൻപ് നിർഭാഗ്യവശാൽ
കഴിഞ്ഞ 10-50 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഗീതാനന്ദനിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെയാണ് രക്തപതാകയുടെ പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചത് എന്ന ദൗർഭാഗ്യകരമായൊരു പരാമർശം ഞാൻ കേൾക്കാനിടയാകുന്നത്. എന്തോ ആവട്ടെ, ഞാൻ പിന്നീട് സലീംകുമാറിനെ കാണുന്നത് കരിപ്പിലങ്ങാട് വെച്ചാണ്. 1978 അവസാനം മുതൽ 80കളുടെ പകുതി വരെ, 1980 ഓഗസ്റ്റ് സെപ്റ്റംബർ കാലം വരെ ഞാൻ അറക്കുളത്താണ്. അറക്കുളം കരിപ്പിലങ്ങാടിന് താഴെ ഇടുക്കി ജില്ലയിൽ ഹൈറേഞ്ചിലേക്കുള്ള പ്രവേശന കവാടമാണ്. അവിടെ ഞാനൊരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് 1980 ഓഗസ്റ്റ് മാസം 2-ാം തീയതി അവിടെ നിന്ന് സസ്പെൻഷനിൽ ഒരു പോലീസ് കേസും അറസ്റ്റും ജയിലും തുടർന്ന് ഞാൻ അവിടെ നിന്ന് പോരുന്നത് വരേക്കും ഞാൻ അവിടെയുണ്ട്. ഈ കാലയളവിലാണ് ഞാൻ കരിപ്പിലങ്ങാട് വെച്ചിട്ടാണ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് സലീംകുമാറിനെ കാണുന്നത്. വളരെ അടുത്ത ആത്മബന്ധമൊന്നും ഇക്കാലം അത്രയുമുള്ള ഞങ്ങളുടെ സൗഹൃദത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ വളരെ അടുത്ത കാണുന്ന സന്ദർഭങ്ങളിൽ, പരസ്പരം ബന്ധപ്പെടാനിടയുള്ള സന്ദർഭങ്ങളിലൊക്കെ വളരെ എല്ലാവരോടും പുലർത്തുന്നത് പോലുള്ള വളരെ സ്നേഹമസൃണമായ ഒരു ബന്ധം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും അവസാനം കഴിഞ്ഞ 2 വർഷം മുൻപ് MLPA റെഡ് ഫ്ലാഗിൻ്റെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നത് സലീംകുമാറാണ്. മറ്റ് ഇടതുപക്ഷ പാർട്ടികൾക്ക് പുറത്തു നിന്ന് അതിൽ പങ്കെടുത്തിരുന്ന ഒരേ ഒരാൾ, ഇടതുപക്ഷ ബദലിനെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും സംബന്ധിച്ച് ആ സെമിനാറിൽ പങ്കെടുക്കുന്ന ഒരേ ഒരാൾ സലീംകുമാറാണ്. സലീംകുമാറിൻ്റെ രാഷ്ട്രീയം അത് നമുക്ക് പരിചയമുള്ള കേരളത്തിലെ ദളിത് സ്വത്വവാദ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഞാനത് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളെയും പരാമർശിക്കാതെ തന്നെ നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ 80കളുടെ പകുതി മുതൽ രൂപപ്പെട്ടു വന്ന കേരളത്തിലെ ദളിത് രാഷ്ട്രീയത്തിൻ്റെ വിഭിന്ന ധാരകളെ നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്കിത് വ്യക്തമാവും. ഞാൻ 1982 മുതൽ കോമ്രേഡ് എന്ന പേരുള്ള ആദ്യം CRC-CPI-MLൻ്റെയും പിന്നീട് CPI-ML റെഡ് ഫ്ലാഗിൻ്റെയും പ്രസിദ്ധീകരണമായിരുന്ന കോമ്രേഡിൻ്റെ ഓഫീസിൽ പ്രവർത്തിച്ചു പോന്നിരുന്ന ഒരാളാണ്. ഈ കോമ്രേഡിൻ്റെ ഓഫീസിൽ വെച്ചാണ് കേരള ഹരിജൻ ഫെഡറേഷൻ്റെ നേതാക്കളായിരുന്ന കല്ലറ സുകുമാരനെയും പോൾ ചിറക്കരോടിനെയും ഞാൻ കാണുന്നത്. അവർ വളരെ അപൂർവമായെങ്കിലും അവർ സന്ദർശിക്കുന്ന, അവർക്ക് രാഷ്ട്രീയ സൗഭ്രാത്രം പുലർത്താൻ കഴിയുന്നതാണ് എന്ന് അവർ കരുതുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപനം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഓഫീസ് എന്ന നിലയിൽ അവർ വരാറുള്ള ഒരു സ്ഥലമാണ് കോമ്രേഡിൻ്റെ ഓഫീസ്. പോൾ ചിറക്കരോടും കല്ലറ സുകുമാരനും CDNൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്ന KKS ദാസ് ഈ കോമ്രേഡിൻ്റെ ഓഫീസിൽ ഒരു നിത്യസന്ദർശകനായിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിലാണെന്ന് തോന്നുന്നു അന്ന് ജോലി ചെയ്തിരുന്നത്. അതുപോലെ നമ്മൾ KK ബാബുരാജിനെ സംബന്ധിച്ച് പരാമർശിക്കുകയുണ്ടായി. KK ബാബുരാജും ഷെൽവിയും, ഇപ്പോൾ ബെന്യാമിൻ നോവൽ എഴുതിയിട്ടുള്ള ഷെൽവിയും അവരവരുടെ പ്രസാധന സംരംഭം ആദ്യം ആരംഭിക്കുന്നത് ഈ കോമ്രേഡിൻ്റെ ഓഫീസിൽ മാസങ്ങളോളം താമസിച്ചുകൊണ്ടാണ്. KK കൊച്ചും നവംബർ ബുക്സിൻ്റെ ചുമതലക്കാരനായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ മണിയും നിരന്തരമായി വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കോമ്രേഡിൻ്റെ ഓഫീസ്. എത്രയോ ദിവസങ്ങൾ അവരവിടെ താമസിച്ചിട്ടുണ്ട്. അവിടെ വയ്ക്കുന്ന വളരെ ലഘുവായ ഭക്ഷണം കഴിച്ച് അവിടെ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, കേരളത്തിൽ പിൽക്കാല ദളിത് രാഷ്ട്രീയത്തിൻ്റെ മുഖമായിരുന്ന നിരവധി ആളുകൾ സന്ദർശിച്ചിരുന്ന ഒരു സ്ഥലം കോമ്രേഡിൻ്റെ ഓഫീസാണ്. അതിൻ്റെ കാരണം അവരെല്ലാവരും പൊതുവായി അതിൽ സലീംകുമാർ ഒഴിച്ച് മറ്റാരും, ഞാൻ ഈ പറഞ്ഞ പേരുകാരും CPI-ML രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും കമ്മിറ്റികളുടെ ഭാഗമായിരുന്ന ആളുകളല്ല. പക്ഷെ അവർക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു പൊതു രാഷ്ട്രീയം, അത് വിപ്ലവ രാഷ്ട്രീയമാണെന്ന്, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് രാഷ്ട്രീയമാണെന്ന് ഉള്ള തിരിച്ചറിവ് കൊണ്ട് കൂടിയാണ് ആ സൗഭ്രാത്രം സാധ്യമായത് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇതിൽ നിന്ന് 1980ൻ്റെ പകുതിയിൽ, 80കളുടെ പകുതിയിൽ കേരളത്തിലെ ML പ്രസ്ഥാനത്തിൽ ഒരു വലിയ പിളർപ്പ് സംഭവിക്കുന്നുണ്ട്. ആ പിളർപ്പാണ് CRC-CPI-MLൻ്റെ നേതൃത്വത്തിൽ K വേണുവുമായി അത് വിട്ടുപോകുന്നത്.
ബാക്കി വന്നത് CPM റെഡ് ഫ്ലാഗായി KN രാമചന്ദ്രൻ്റെ സെക്രട്ടറിഷിപ്പിൽ അത് നിലനിന്നു പോരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദേശീയതയെ സംബന്ധിച്ച, നാഷണലിസത്തെ സംബന്ധിച്ച അഭിപ്രായ ഭിന്നതകളായിരുന്നു. ദേശീയ പ്രശ്നം കേരളത്തിൽ ചർച്ചാ വിഷയമാകുന്നത് ആ സന്ദർഭത്തിലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഇതിൽ പാർട്ടിക്ക് സംഭവിച്ച പിളർപ്പ്, ഈ പിളർപ്പിൽ അതിനു മുൻപ് 1983, 84, 85 കാലം കേരളത്തിൽ CRC CPIMൻ്റെ തന്നെ ഏറ്റവും വലിയ തകർച്ച നേരിടേണ്ടി വന്നൊരു കാലമാണത്. ജനകീയ സാംസ്കാരിക വേദി പിരിച്ചുവിടപ്പെട്ടു. CPIMലുമായി ബന്ധപ്പെട്ടിരുന്ന നിരവധി ആളുകൾ പാർട്ടി വിട്ടുപോയി. 1981 മെയ് മാസം 19 വയനാട്ടിലെ കേണിച്ചിറയിൽ നടന്ന മഠത്തിൽ മത്തായിയുടെ ഉന്മൂലനത്തെ തുടർന്ന് കേരളത്തിലുടനീളമുണ്ടായ പോലീസ് ഭീകരതയിൽ നിരവധി ആളുകൾ പാർട്ടി വിട്ടുപോവുകയുണ്ടായി. ഇത് പാർട്ടിക്കകത്ത് വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കി. ഈ സംഘർഷങ്ങളെ തുടർന്ന് ചാരു മജുംദാർ ലൈനിനെതിരായിട്ടുള്ള വലിയ കലാപം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായി. നിരവധി ആളുകൾ വിട്ടുപോവുകയും പാർട്ടി ഒരു പ്രതിസന്ധിയെ നേരിടുകയും ചെയ്ത ഈ സന്ദർഭത്തിൽ പാർട്ടിക്കൊരു രാഷ്ട്രീയ പുനഃസംഘടന ആവശ്യമാണ് എന്നൊരു കണ്ടെത്തൽ അത് നടത്തി. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം ഇന്ത്യൻ ജനതയും അർദ്ധ ഫ്യൂഡൽ അർദ്ധ കൊളോണിയൽ ഭരണവ്യവസ്ഥയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് എന്ന ചാരു മജുംദാരുടെ നേതൃത്വത്തിൽ 1970 1969 മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുമ്പോൾ അത് മുന്നോട്ട് വെച്ച ഈ രാഷ്ട്രീയ ലൈൻ അത് സംശയാസ്പദമാണ് എന്ന്, അത് ചുരുങ്ങിയത് കേരളത്തിലെങ്കിലും അത് അപ്രായോഗികമാണ് എന്ന്, കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഈ രാഷ്ട്രീയ വിശകലനത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്ന്, ഇതാണ് നാം നേരിടുന്ന തകർച്ചയ്ക്ക് കാരണമെന്നുള്ള ചർച്ച ആരംഭിക്കുന്നത് ആ സന്ദർഭത്തിലാണ്. ഇതേ തുടർന്നാണ് രാഷ്ട്രീയ പുനഃസംഘടനയ്ക്ക് ഭാഗമായി ഇന്ത്യയിലെ കേരളത്തിലെ സാമ്പത്തിക സാംസ്കാരിക അവസ്ഥയെ സംബന്ധിച്ചുള്ളൊരു പഠനം നടത്താൻ അത് CRC CPIMൽ തീരുമാനിക്കുന്നത്. TG ജേക്കബ് എഴുതിയ വികാസവും മുരടിപ്പും എന്ന പുസ്തകം ഈ പഠനത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. അർദ്ധ ഫ്യൂഡൽ അർദ്ധ കൊളോണിയൽ എന്ന് ഇന്ത്യൻ ഭരണവ്യവസ്ഥയെ വിലയിരുത്തുന്നത് അശാസ്ത്രീയമല്ല, വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്ന് കണ്ടെത്തുന്നത് ഈ പഠനത്തെ തുടർന്നാണ്. ഇന്ത്യ ഏറെക്കുറെ ഒരു നിയോ കൊളോണിയൽ രാജ്യമായി മാറിയിരിക്കുന്നു എന്ന നിരീക്ഷണം അവിടെ നിന്നാണ് വരുന്നത്. വർഗ ബഹുജന സംഘടനകൾ മുഴുവൻ തിരുത്തരവാദത്തിലേക്കുള്ള രാജപാതകളാണ് എന്ന പഴയ രാഷ്ട്രീയ വിലയിരുത്തലുകളെ മാറ്റിവെച്ചുകൊണ്ട് അങ്ങനെയല്ല, ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കണം, വിദ്യാർത്ഥി സംഘടനകൾ സംഘടിപ്പിക്കണം, യുവജന സംഘടനകൾ ഉണ്ടാവണം, ഇത്തരത്തിലുള്ള ഈ നിലപാടിലേക്ക് പാർട്ടിയുടെ സമീപനം മാറുന്നതും ഈ പഠനത്തെ തുടർന്നാണ്. ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഗീതാനന്ദൻ സൂചിപ്പിക്കുകയുണ്ടായി. 1982 വന്നു ചേരുന്ന തൊഴിലാളികളെ ഒരു ട്രേഡ് യൂണിയനിൽ സംഘടിപ്പിക്കാൻ പാർട്ടി ലൈൻ അനുവദിക്കുന്നില്ല. ഞാൻ പറയട്ടെ, തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഇഷ്ടിക തൊഴിൽ മേഖല പുതുക്കാട്, ആമ്പല്ലൂർ, പാഴായി മേഖലയിൽ 12,000-ലധികം തൊഴിലാളികളുള്ള ഇഷ്ടിക തൊഴിലാളി സംഘടന അന്ന് CPIMൻ്റെ പ്രവർത്തകർ നടത്തിയിരുന്നത് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്ന പേരിലാണ്. കാരണം CPIMന് അന്ന് ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ ലൈനില്ല. അത് പോട്ടെ, ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം, ഈ ഒരു സന്ദർഭത്തിലാണ്, ഈ രാഷ്ട്രീയ പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള കാലത്താണ് ദേശീയതയുടെ വിഷയം കേരളത്തിലെ ഇന്ത്യയിലെ ഈ ML രാഷ്ട്രീയത്തിനകത്തൊരു പ്രധാന വിഷയമായി വരുന്നത്. അത് കേരളത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതില്ല. ആന്ധ്രയിൽ നിന്ന് പീപ്പിൾസ് വാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ, പേര് പറയാതെ, ഇന്ത്യ the prison house or rose garden of India, the national question whether India is a prison house or rose garden of nationalities, ഈ ഒരു സമാഹാരം ഇറങ്ങുന്നത് ആ കാലത്താണ്. ആസാമിൽ സമരം നടക്കുന്നു. ആസാം ഗണസംഘരാം പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ, ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ആസാമിൻ്റെ ദേശീയത മുന്നിൽ നിർത്തിക്കൊണ്ട് തെലുങ്ക് ഗൗരവം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന സിനിമാ നടൻ NT രാമറാവുവിന് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ തെലുങ്കാനയുടെ ആന്ധ്രാപ്രദേശിൻ്റെ രാഷ്ട്രീയ അധികാരം കൈവരുന്നു. അപ്പോൾ ഇതൊക്കെ പഞ്ചാബി ദേശീയതയുടെ വിഷയം പറഞ്ഞുകൊണ്ട് ഖലിസ്ഥാൻ പ്രസ്ഥാനം ശക്തിപ്പെടുന്നു. ഇതൊക്കെ KA വേണു ഉൾപ്പെടെയുള്ള ആളുകളിൽ സൃഷ്ടിച്ച ഒരു ഇല്യൂഷൻ
ഇന്ത്യ ദേശീയതകളുടെ തടവറയായതുകൊണ്ട് ഈ ദേശീയ പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാതെ ഇനി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്നാണ്. ഇതേ സംബന്ധിച്ച് കേരളത്തിലും ചർച്ചകൾ നടന്നു. കേരളത്തിൽ ഇത് സംബന്ധിച്ച് അന്ന് ജനകീയ പ്രസിദ്ധീകരണ കേന്ദ്രം ദേശീയ പ്രശ്നം ഇന്ത്യയിലും കേരളത്തിലും എന്ന ഒരു സമാഹാരം, ചർച്ചയുടെ ലേഖനങ്ങളുടെ സമാഹാരം പുറത്തിറക്കി. ഈ ഒരു സന്ദർഭത്തിൽ വാസ്തവത്തിൽ ഈ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 1987 CRC-CPIM പിളർപ്പുണ്ടാവുന്നത്. ഈ പിളർപ്പിനെ തുടർന്ന് രൂപം കണ്ട അല്ലെങ്കിൽ ആ പേര് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിലനിന്ന കെ വേണുവിൻ്റെ നേതൃത്വത്തിലുള്ള CRC-CPIM, അതിൽ ഗീതാനന്ദൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, കെ വേണു ഒറ്റപ്പെട്ടു പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ചുറ്റുമായി സൈദ്ധാന്തികതയുടെ ആക്ടിവിസത്തിൻ്റെ ഒരു വലയം സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് ഗീതാനന്ദൻ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ രൂപപ്പെട്ട അന്ന് പിളർപ്പിന് ശേഷമുണ്ടായ CRC-CPIM പിൽക്കാല അനുഭവങ്ങൾ വിലയിരുത്തുന്നത് പോലെ മാർക്സിസ്റ്റ് വിരുദ്ധമായ നിരവധി എലമെൻറ്റുകൾ, നിരവധി രാഷ്ട്രീയ നിലപാടുകൾ CRC-CPIM അകത്തേക്ക് തുളച്ചു കടന്നുവെന്നും അത് പിന്നീട് ആ പാർട്ടിയുടെ ശിഥിലീകരണത്തിലേക്കും അതിൻ്റെ ലിക്വിഡേഷനിലേക്കും പോവുകയും ഉണ്ടായി എന്ന് നമുക്കറിയാം. ആ കാലഘട്ടത്തിലാണ് CRC-CPIM നേതൃതലത്തിലേക്ക് താൻ എത്തുന്നത് എന്ന് ഗീതാനന്ദൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലത്ത് രക്തപതാകയ്ക്ക് ശേഷം ഈ ഒരു പിളർപ്പുണ്ടാകുന്നൊരു കാലം വരെ, ഈ പിളർപ്പുണ്ടായപ്പോൾ സലീം കുമാർ കെ വേണുവിനോടൊപ്പം CRC-CPIM നിലനിൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് അദ്ദേഹം CRC-CPIM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത്. ക്ഷണിതാവായാണ് എന്ന് ഗീതാനന്ദൻ സൂചിപ്പിക്കുന്നതായി എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ഞാൻ ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇതുവരേക്കും അദ്ദേഹം ദളിത് രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള വിചിന്തനങ്ങളിലായിരുന്നുവെന്നും അദ്ദേഹം മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് വിഭിന്നമായ മറ്റൊരു വിമോചനധാര അന്വേഷിക്കുകയായിരുന്നുവെന്നും പറയാമായിരിക്കാം. എനിക്കതിനെ സംബന്ധിച്ച് പറയാൻ ആധികാരികമായ വിവരങ്ങളൊന്നുമില്ല. ഏതായാലും ഈ ഒരു സന്ദർഭത്തിൽ അത് കേരളത്തിൽ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ, അത് വാസ്തവത്തിൽ ഈ ഒരു പീരീഡല്ല, തൊട്ടു പുറകെ വരുന്ന കാലത്ത് 1990കളുടെ തൊട്ട് മുൻപുള്ള വർഷത്തിലോ അതിന് തൊട്ട് പിറകെയുള്ള വർഷങ്ങളിലോ ഇന്ത്യയിലെ ML പ്രസ്ഥാനത്തിനകത്ത് നിന്ന് ദളിത് അസർഷൻ്റേതായിട്ടുള്ള, ദളിത് രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള, ദളിത് രാഷ്ട്രീയ നിലപാടുകൾക്ക് ഊന്നൽ നൽകുന്ന രാഷ്ട്രീയ ധാരയിലേക്ക് നിരവധി ആളുകൾ ML പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴുകിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ആന്ധ്രയിൽ നിന്ന് കവി രാമുലു എനിക്ക് വ്യക്തിപരമായി അറിയാവും. ഞാൻ ആ കാലത്ത് ഒരു സാംസ്കാരിക സംഘടനയുമായി ബന്ധപ്പെട്ട അഖിലേന്ത്യാ തലത്തിലുള്ള AILRC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് കൊണ്ട് എനിക്കറിയാവുന്ന ഈ കമ്മിറ്റിക്കകത്ത് തന്നെ ദളിത് രാഷ്ട്രീയം ഉയർത്തി പിന്നീട് അതിൽ നിന്ന് വിട്ടുപോയ പീപ്പിൾസ് വാർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട രാമുലു എന്ന് പറയുന്ന കവി, അതിനേക്കാളൊക്കെ പ്രസിദ്ധൻ സഖാവ് KG സത്യമൂർത്തി. സഖാവ് KG സത്യമൂർത്തി കൊണ്ടപ്പള്ളി സീതാരാമയ്ക്ക് സമശീർഷനാണ്. പീപ്പിൾസ് വാർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ പ്രമുഖ സ്ഥാനത്ത് നിന്നിരുന്നത് കൊണ്ടപ്പള്ളി സീതാരാമയ്യയും KGS എന്നറിയപ്പെടുന്ന കവി കൂടിയായ KG സത്യമൂർത്തിയുമാണ്. പിന്നീട് അദ്ദേഹം BSPയിലാണ് ചേരുകയുണ്ടായത്. ദളിത് താൻ്റെ പാർട്ടിക്കകത്ത് ദളിത് ആയതുകൊണ്ട് വിവേചനം അനുഭവിക്കുകയുണ്ടായി എന്ന് അദ്ദേഹം എഴുതുകയുണ്ടായിട്ടുണ്ട്. KGSൻ്റെ ചെറുമകൾ സുജാത ഗിഡ്ല, അവർ അമേരിക്കയിലാണ്. അവരെഴുതിയിട്ടുള്ള പുസ്തകം നിങ്ങൾ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് എമംഗ് എലഫൻസ്, ആനകൾക്കിടയിലെ ഉറുമ്പ്. ഇത് വാസ്തവത്തിൽ KG സത്യമൂർത്തിയുടെ ജീവചരിത്രമാണ്. അങ്ങനെ അതിൽ അവകാശപ്പെടുകയോ പറയുകയോ ചെയ്യുന്നില്ലെങ്കിലും വായിച്ചിട്ടുള്ളവർക്കറിയാം, ഇനി വായിക്കാനുള്ളവർ അത് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ KG സത്യമൂർത്തിയെപ്പോലുള്ള ആളുകൾ ഇവർ ML രാഷ്ട്രീയം ഉപേക്ഷിച്ച് ദളിത് രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്. ഇവരാരും സലീം കുമാർ ചെയ്തതുപോലെ ദളിത് അവസ്ഥയെ സംബന്ധിച്ച്, ദളിത് വിമോചനത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ അംബേദ്കറെ സർപ്പാസ് ചെയ്യാവുന്ന വിധത്തിൽ ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യയുടെ പൊതുഭൂമികയിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന കേരളത്തിൻ്റെ അനുഭവങ്ങൾ കൂടി സ്വാംശീകരിച്ചുകൊണ്ട് ദളിത് വിമോചനത്തെ സംബന്ധിച്ച നിലപാടുകൾ സലീം കുമാർ മുന്നോട്ട് വെച്ചതുപോലെ KG സത്യമൂർത്തി വെച്ചിട്ടുള്ളതായി എനിക്കറിയില്ല. അദ്ദേഹം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. അപ്പോൾ അതുപോലെ ഞാൻ രാമുലുവിൻ്റെ കാര്യം പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് ശ്രാവൺ കുമാർ, അദ്ദേഹം കവിയായിരുന്നു.
ഒരു സർക്കാർ ഓഫീസിൽ ക്ലാസ് 4 ജോലി ചെയ്യുന്നയാളായിരുന്നു. വാത്മീകി ജാതിയിൽ നിന്ന് വരുന്ന ശ്രാവൺകുമാർ, കവിയായ ശ്രാവൺകുമാർ ദളിത് രാഷ്ട്രീയത്തിലേക്ക് പോയ ഒരു ML രാഷ്ട്രീയക്കാരനാണ്. അപ്പം ഇങ്ങനെ ML രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോന്നിട്ടുള്ള ആളുകൾ കേരളത്തിനകത്തും പുറത്തും ഉണ്ട്. ഈ പുറത്തും ഈ രാഷ്ട്രീയത്തെ പിന്തുടർന്നിട്ടുള്ള ആളുകളിൽ മറ്റ് പലരിൽ നിന്നും സലീംകുമാറിനെ വ്യത്യസ്തനാക്കുന്നത് വർഗത്തെയും ജാതിയെയും സംബന്ധിച്ചിട്ടുള്ള പരികൽപ്പനകൾ ഇത് രണ്ടും കേവലമായി തള്ളിക്കളയാവുന്നതോ എക്സ്ക്ലൂസീവായി മാറ്റി നിർത്തപ്പെടേണ്ടതോ അല്ല എന്ന നിലപാടിൽ അദ്ദേഹം നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദളിതരുടെ മാത്രം ഒരു വിമോചനമോ ജനാധിപത്യവൽക്കരണമോ സാധ്യമല്ല എന്നും അത് പൊതുസമൂഹത്തിൻ്റെ വിമോചനവും ജനാധിപത്യവൽക്കരണവുമായി അത്രമേൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള ഒരു നിലപാട് സലീംകുമാറിന് എടുക്കാൻ കഴിഞ്ഞത്. ഇതുകൊണ്ടാണ് മാർക്സിസത്തിൻ്റെ, ഞാൻ സലീംകുമാർ മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ നിർമ്മിതിയാണ് എന്ന് അവകാശപ്പെടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. അങ്ങനെ ചില അവകാശവാദങ്ങളുണ്ടെന്നും അത് എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടതാണ് എന്നും ഗീതാനന്ദൻ പറയുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലേതടക്കം ഇന്ത്യയിലെ ദളിത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും 90-കൾക്ക് ശേഷം രൂപപ്പെട്ട ദളിത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പലതിനും പ്രത്യക്ഷമോ പരോക്ഷമോ ആയ, ഏറെയോ കുറഞ്ഞതോ ആയ ML രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനവും ബന്ധവും ഉണ്ട് എന്ന് പറയാനാണ്. അത് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. തീർച്ചയായും അതിൻ്റെ ഏറ്റവും മികച്ച ഒരു നിലപാട് മുന്നോട്ട് വെച്ചയാളായിരുന്നു സലീംകുമാർ. ദളിതരുടെ ഭൂമി പ്രശ്നം, കേരളത്തിൻ്റെ ഭൂമി പ്രശ്നം, CK ജാനു ആദിവാസി ഭൂപ്രശ്നത്തെ സംബന്ധിച്ച് നടത്തിയ സമരങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളോട് പരാമർശന വിഷയമായി. CK ജാനു കേരളത്തിലെ ആദിവാസി ഭൂപ്രശ്നത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന, അത് സംഭാവനയാണെങ്കിൽ അത് ആദിവാസി ഭൂമികൾ കയ്യേറിയിരുന്ന കയ്യേറ്റക്കാരെ ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. ആദിവാസികൾ കേരളത്തിൽ സമരം ചെയ്തു പോന്നിരുന്നത് അന്യവൽക്കരിക്കപ്പെട്ട, അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ ആദിവാസികൾ സമരം നടത്തിയിരുന്നത്. ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് 1975 അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി വീണ്ടെടുത്ത് നൽകുക എന്ന നിയമനിർമ്മാണവും നടക്കുന്നത്. അത് നടപ്പാക്കപ്പെട്ടില്ല എന്നുള്ള കാര്യം വേറെ കാര്യം. ആ സമയത്ത് അതിലേറ്റവും ശക്തമായി എതിർത്തിരുന്നത് പള്ളിയാണ്, ചർച്ച്. പള്ളി ഈ പറയുന്ന കൂടി ആദിവാസി ഭൂമിയെ കയ്യേറിയവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്ത് പള്ളിയാണ് നിലനിന്നിരുന്നത്. അത് അപ്രായോഗികമാണെന്ന്, കലാപത്തിലേക്ക് നയിക്കുമെന്ന്, അത് സാധാരണ കുടിയേറ്റക്കാരുടെ താല്പര്യത്തിനെതിരാണെന്ന്, മലമ്പ്രദേശങ്ങളിലെ കർഷകരുടെ താല്പര്യത്തിനെതിരാണെന്നൊക്കെ അവർ വളരെ ശക്തമായി വാദിച്ചുകൊണ്ടിരുന്നു. കേരളത്തിലെ മിക്കവാറും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും അവരോടൊപ്പം നിൽക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് മുൻപ് സോളിഡാരിറ്റി എന്ന പള്ളിക്ക് കീഴിലുള്ള, വയനാട്ടിലാണ് പള്ളിക്ക് കീഴിലുള്ള സോളിഡാരിറ്റി എന്ന സംഘടന, WSS എന്ന് പറയുന്ന വയനാട് സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന പള്ളി നേതൃത്വം കൊടുക്കുന്ന സംഘടന, ഈ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന CK ജാനു മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം ആദിവാസികൾക്ക് പകരം ഭൂമി നൽകുക എന്നതാണ്. അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി അത് കയ്യേറിയവരിൽ നിന്ന് തിരിച്ചു പിടിച്ച് ആദിവാസികൾക്ക് വിതരണം ചെയ്യണമെന്ന അക്കാലമത്രയും നിലനിന്നിരുന്ന മുദ്രാവാക്യത്തിന് പകരം ആദിവാസികൾക്ക് പകരം ഭൂമി നൽകുക എന്ന മുദ്രാവാക്യവുമായിട്ട് CK ജാനു മുന്നോട്ട് വരുമ്പോൾ, ബാംഗ്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സൗത്ത് സോൺ ആദിവാസി ഫോറം ഇത് ഏറ്റെടുക്കുമ്പോൾ, ഇതിൻ്റെ മുൻകൈയിൽ വയനാട്ടിൽ ഇതിനു വേണ്ടിയുള്ള കൺവെൻഷൻ നടക്കുമ്പോൾ, ഇതിനെ സാധൂകരിച്ചതിന് ശരിവെച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കുന്നത് സെബാസ്റ്റ്യൻ വള്ളൂപ്പള്ളി പിതാവാണ്, ബിഷപ്പ്. തലശ്ശേരി രൂപതയുടെ സെബാസ്റ്റ്യൻ വള്ളൂപ്പള്ളിക്ക് CK ജാനു മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അതിനു മുമ്പ് ആദിവാസി ഭൂമി തിരിച്ചു പിടിച്ചു കൊടുക്കുക എന്ന മുദ്രാവാക്യത്തെക്കാൾ സ്വീകാര്യമാകുന്നത് പള്ളിയുടെ താല്പര്യങ്ങളെ ഇത് സേവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ സംഘടനകൾ മുൻകൈയെടുത്തിട്ടാണ് CK ജാനുവിനെ യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും കൊണ്ടുപോകുന്നത്. നോബൽ സമാധാന സമ്മാനത്തിന് വേണ്ടി, പുരസ്കാരത്തിന് വേണ്ടി CK ജാനുവിൻ്റെ പേര് നാമനിർദ്ദേശം ചെയ്യുന്നത് ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ
CK ജാനു ആദിവാസി ഭൂമി പ്രശ്നത്തിൽ വെച്ച അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന, പ്രധാനപ്പെട്ട സംഭാവന, ആദിവാസികളിൽ നിന്ന് അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമി വീണ്ടെടുത്ത് അവർക്ക് നൽകുക എന്നതിന് പകരം ആദിവാസികൾക്ക് പകരം ഭൂമി നൽകുക എന്ന മുദ്രാവാക്യമാണ്. അതിലൂടെയാണ് സർക്കാർ ഫാമുകളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി, അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമി, റിസർവ് വനം, ഇതൊക്കെ ആദിവാസികൾക്ക് വിതരണം ചെയ്യണം എന്നുള്ളത് ഈ ബദൽ മുദ്രാവാക്യത്തിൻ്റെ അനുബന്ധ സമീപനങ്ങളായിട്ട് വരുമ്പോഴാണ്. ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു തുടർച്ച. മുത്തങ്ങ സമരത്തിനെയോ അവിടെ നടന്ന ഭരണകൂടത്തിൻ്റെ അതിഭീകരമായ അടിച്ചമർത്തലുകളെയോ ഒന്നും തള്ളി പറയാതെ തന്നെ ഈ നിലപാടിൻ്റെ ഒരു തുടർച്ച നമുക്കതിനകത്ത് കാണാം. അത് നമ്മൾ വിസ്മരിച്ചു പോകരുത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആദിവാസികളുടെ വിഷയം, ദളിതരുടെ വിഷയം, അവരുടെ വിമോചനവുമായി ബന്ധപ്പെട്ട വിഷയം, ഈ കാര്യങ്ങളിൽ കേരളത്തിലെ ദളിത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നവരിൽ വലിയൊരു പങ്കിനും ML പ്രസ്ഥാനത്തിൻ്റെ, ML രാഷ്ട്രീയത്തിൻ്റെ ഒരു ബന്ധമുണ്ടായിരുന്നു. അത് പിന്നീട് വ്യത്യസ്തങ്ങളായ ജലധാരകളിലൂടെ, കൈവഴികളിലൂടെ മാറുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നെല്ലാം സലീം കുമാറിനെ വ്യത്യസ്തനാക്കി നിർത്തുന്നത് അദ്ദേഹം സത്യസന്ധനായിരുന്നു എന്നുള്ളതാണ്. തൻ്റെ നിലപാടുകളിൽ, തൻ്റെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം സത്യസന്ധനായിരുന്നു. ഏറ്റവും അവസാനം മാധ്യമത്തിൻ്റെ ലേഖകനായ സുനിലിന് മരണത്തിന് കുറച്ച് നാളുകൾക്ക് മുൻപ് സലീം കുമാർ നൽകിയ ഒരു ഇൻ്റർവ്യൂ അത് അദ്ദേഹം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ഭാഗങ്ങൾ പുറത്തു വന്നത് നാം കണ്ടു കഴിഞ്ഞു. 4ാമത്തെ ഭാഗം ഉടനെ വരും. മരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹം സലീം കുമാർ സുനിലിന് നൽകിയ അഭിമുഖ സംഭാഷണം. നമുക്ക് ഈ കാര്യങ്ങൾ സലീം കുമാറിൻ്റെ വാക്കുകളിൽ നിന്ന്, CK ജാനുവിനെ സംബന്ധിച്ച കാര്യമല്ല ഞാൻ പറയുന്നത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നുവെന്ന്, സായുധ വിപ്ലവത്തിൽ അഭിരമിച്ചിരുന്ന ആ കാലത്ത് ദളിതരുടെയോ ആദിവാസികളുടെയോ അടിസ്ഥാന പ്രശ്നങ്ങൾ പലതും തങ്ങളുടെ പരിഗണനാ വിഷയമായില്ല എന്ന് സലീം കുമാർ പറയുന്നത് നമുക്കതിനകത്ത് കാണാം. നിരവധി കാര്യങ്ങൾ കാണാം, നിങ്ങളത് വായിക്കണം. അപ്പം ഇത് നമുക്ക് പല ദളിത് ബുദ്ധിജീവികളുടെയും ആക്ടിവിസ്റ്റുകളുടെയും ഒക്കെ തന്നെ വാക്കുകളിൽ കാണാവുന്ന വിധം RSS ഒരു വെറും സാംസ്കാരിക സംഘടനയാണ് എന്ന് 2-3 വർഷങ്ങൾക്ക് മുൻപ് സംസാരിക്കുന്ന ഒരു ദളിത് ബുദ്ധിജീവിയെ നാം എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? RSS മുന്നോട്ട് വയ്ക്കുന്ന പ്രോട്ടോ ഹിന്ദുയിസത്തെ സംബന്ധിച്ചിട്ടുള്ള അതിന് RSSകാർ വിവർത്തനം ചെയ്യുന്നത് ഉപഹിന്ദുത്വം എന്നാണ്. അത് ആദിവാസികളോടും ദളിതരോടും അത്തരമൊരു സമീപനമുണ്ട് എന്ന്, അത് ധനാത്മകമാണെന്ന് കരുതുന്ന ദളിത് ബുദ്ധിജീവിയെ നമുക്ക് എങ്ങനെ വിലയിരുത്തണം എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. കേരളത്തിലുണ്ടായിട്ടുള്ള എല്ലാ പുരോഗമന വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയും വിപ്ലവ നീക്കങ്ങളുടെയും നേതൃത്വ സ്ഥാനത്ത് താനായിരുന്നുവെന്ന് ഒരാത്മാർത്ഥതയുമില്ലാതെ പറഞ്ഞു പോകുന്ന ദളിത് ബുദ്ധിജീവികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി രാഷ്ട്രീയമായ സത്യസന്ധത പുലർത്തുക, മാർക്സിസത്തിനെ നിരാകരിക്കാതെ അതിലെ വർഗസങ്കല്പങ്ങൾക്ക് ദളിതരുൾപ്പെടെയുള്ള പാർശ്വവൽകൃതരായ അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ വിമോചനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് ബാക്കിയുണ്ട് എന്ന് കരുതുന്ന സലീം കുമാറിനെ പോലുള്ള ആളുകൾ വ്യത്യസ്തമാക്കുന്നത് ഈ ബൗദ്ധികമായ സത്യസന്ധതയാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് സഖാവ് സലീം കുമാറിൻ്റെ വിയോഗം അത് ആകസ്മികമായിരുന്നു എന്ന് നമുക്ക് പറയാനാവില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിയോഗം അതൊരു നഷ്ടമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അത് ദളിത് പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അതൊരു നഷ്ടമായിരുന്നു എന്ന് തന്നെ ഞാൻ കരുതുന്നു. അദ്ദേഹം 2004 ഇവിടുത്തെ തിരുവനന്തപുരത്തെ ചെങ്ങമനാട് സഖാവ് അബു, ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും, അബു ക്യാൻസർ ചികിത്സയായി തിരുവനന്തപുരത്ത് RCCയിൽ ചികിത്സയ്ക്ക് വരുന്ന സന്ദർഭത്തിലാണ് ഞാൻ RCCയിൽ അബുവിനൊപ്പം ചെല്ലുന്നത്. അബുവിനെ റേഡിയേഷന് കൊണ്ടുപോയിരുന്നത് ഞാനായിരുന്നു അന്ന്. ഈ സന്ദർഭത്തിലാണ് സഖാവ് സലീം കുമാറിൻ്റെ ഭാര്യ ക്യാൻസർ ചികിത്സയുമായി RCCയിൽ വരുന്നത്. TN ജോയി, ഭാസുരേന്ദ്ര ബാബു, രഘു ഇവരൊക്കെ കൂടി ചേർന്നുണ്ടാക്കിയിരുന്ന ഒരു മുൻ നക്സലൈറ്റുകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അന്ന് അവിടെ പ്രവർത്തിച്ചിരുന്നു. ആ സന്ദർഭത്തിലാണ് സലീം കുമാറിന്, അന്ന് സലീം കുമാർ രോഗിയല്ല,
ഭാര്യയുടെ മരണത്തിന് ഏതാനും മാസങ്ങൾക്കോ ശേഷമാണ് അദ്ദേഹം രോഗിയാകുന്നത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ രോഗിയായ സലിംകുമാറിനെയും എനിക്കറിയാം. ഞങ്ങൾ തമ്മിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ അടുത്ത ആത്മബന്ധമൊന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. പരസ്പരം സംസാരിക്കാവുന്ന, പരസ്പരം മനസ്സിലാക്കാവുന്ന, രാഷ്ട്രീയം പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു സൗഹൃദം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. വ്യക്തിപരമായൊരു നഷ്ടമെന്നതിനേക്കാൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ നഷ്ടമാണ് സലിംകുമാറിൻ്റെ വിയോഗത്തിലൂടെ നമുക്ക് സംഭവിച്ചതെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സലിംകുമാറിന് ആദരാഞ്ജലികൾ, അഭിവാദ്യങ്ങൾ.